മദ്യമെന്തെന്ന് രുചിച്ചിട്ടില്ലാത്ത, എന്താണ് RDX എന്ന് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത, എന്താണ് കഞ്ചാവെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ഈ ഉമ്മാന്റെ കൈകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തതെങ്കിൽ ആ മാതാവിന്റെ കബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും നിയോഗിക്കുമത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഭാര്യ കഷ്ടം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഭക്ഷണം വാരി തരുന്ന, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഭക്ഷണം വിളമ്പി തരുന്ന ആ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മ, അവരുടെ കബറിലേക്ക് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാണ്. എന്തേ കാരണം? ഈ മദ്യപിച്ച് വരുന്നവർക്ക്, ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം കൊടുത്തു, അവർക്ക് നീ ഭക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖംറ. അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ആരുടെ മണ്ണിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊന്നു സഹാബാക്കളോട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഏ സഹാബാ, ഇനി ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നവർ ഒരു പക്ഷേ ഇത് ഉപയോഗിച്ചേക്കാം. ഓർക്കണം, ഇനി ഉപയോഗിക്കാത്തവർ ആരെങ്കിലും അവരുടെ കൂട്ടുകാരായി മാറിയാൽ അവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീതാണ്, വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംറു യുശ്റബു അലൈഹൽ ഖംറു. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മദ്യപിച്ച് മതോന്മത്തനായി ലഹരിക്കടിമയായി വരുന്ന ചെറുപ്പക്കാരന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരു സഹോദരൻ മദ്യപിക്കാത്തവൻ പോയിരുന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവനെ പരിഗണിക്കുക പോലുമില്ല. ലാ ഹുജ്ജത ലഹു വഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. ആരെങ്കിലും മദ്യപാനിയുടെ ലഹരി ഉപയോഗിക്കുന്നവനോടൊപ്പം സഹകരിച്ചാൽ, സഹവസിച്ചാൽ, കൂട്ടുകൂടിയാൽ, അവനോടൊപ്പം നിന്റെ യാത്ര ചെയ്താൽ, അവരോടൊപ്പം നീ പോയിരുന്നാൽ നാളെ ആഖിറത്തിൽ കൂട്ടുകാരാ നിന്നെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നത് അഅമാ, അന്ധനായിട്ടാണ് കേട്ടോ. ലാ ഹുജ്ജത ലഹു, അവന് യാതൊരു ആധാരവുമില്ല, ഒരു തെളിവുമില്ല. ആ മദ്യപാനികളോടൊപ്പം അവരും നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ആരാ ഇവിടെ മദ്യപിച്ചോന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കഞ്ചാവടിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നമ്മൾ കൂട്ടുകൂടിയാൽ, ഇത് അടിച്ച് കലക്കി കലക്കി കൂടെ മറ്റിടത്ത് കയറ്റി വെക്കുന്നവന്റെ കൂടെ റൂമിൽ കിടന്നുറങ്ങിയാൽ, വമൻ ജാലസഹു ഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. അവനെ നാളെ അന്ധനായിട്ടാണ് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒന്നും കാണാൻ പറ്റൂല. വമൻ അഖറലഹു ഖറളാ. ആരെങ്കിലും മദ്യപാനിക്കോ ലഹരി ഉപയോഗിക്കുന്നവനോ ഒരു പൈസ കടം കൊടുത്താൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെ തച്ചുടയ്ക്കുന്നവന്റെ കൂലിയാണ്, ശിക്ഷയാണ് അവന് ലഭിക്കുക. അതുകൊണ്ട് മദ്യപാനികൾക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും പണം ചോദിച്ചു വന്നാൽ കടം കൊടുക്കരുതേ. നോക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം അത്രയും ഗൗരവമേറിയ വിഷയമാണത്. അവന് പൈസ പോലും കടം കൊടുക്കാൻ പാടില്ല. അവനെ അങ്ങനെ സഹായിച്ചാൽ ഇസ്ലാമിനെ തകർത്തവന്റെ ശിക്ഷ നിനക്കുണ്ടാവും.
കൊടുക്കാൻ പാടില്ല, ഒറ്റപ്പെടുത്തണം എല്ലാരും. അപ്പൊ അവൻ മനസ്സിലാക്കും. ലാ തുസല്ലിമൂ അലാ ശർബത്തിൽ ഖംർ, ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ സലാം ചൊല്ലരുതേ. വലാ തഊദൂ മർളാഹും, അവൻ രോഗിയായാൽ രോഗസന്ദർശനം നടത്തരുതേ. വലാ തുസല്ലൂ അലാ ജനായിസിഹിം, അവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കരുതേ. കമാ ഖാല റസൂലുള്ളാഹി, മയ്യത്ത് പോലും നമസ്കരിപ്പിക്കാൻ പാടില്ല. മൻ മാത സക്റാന ദഖലൽ ഖബ്റ വഹുവ സക്റാൻ വബുഇസ വഹുവ സക്റാൻ വദഖല النار وهو സക്റാൻ കമാ ഖാല അലൈഹിസ്സലാം. മദ്യപിച്ചിട്ടെങ്ങാനുമാണ് ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിൽ 40 ദിവസത്തിനുള്ളിലെങ്ങാനുമാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ അതേ മദ്യപിച്ച അവസ്ഥയിലാണ്, ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിലാണ് ഖബറിൽ അവൻ കഴിയുക. അതേ അവസ്ഥയിൽ തന്നെയാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതേ അവസ്ഥയിൽ തന്നെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. പടച്ചവനെ, ഈ സമൂഹത്തെ നീ കാക്കണേ അല്ലാ. ഈ വൈകല്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരല്ല ഖബറിന്റെ അരികിൽ വന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു പൊറുത്തു കൊടുക്കുക? ഇത്രയും ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ഇനിയും ഒരു ചെറുപ്പക്കാരൻ ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ തയ്യാറില്ലയോ? എങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുക? അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ എങ്ങാനും മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. കമാ ഖാല റസൂലുള്ളാഹി, നരകത്തിൽ പോകും തൗബ ഇല്ലാതെ മരിച്ചാൽ. എങ്ങനെ തൗബ ചെയ്യാൻ? അതിന് ബോധം വേണ്ടേ? ഈ തൗബ ചെയ്യണമെങ്കിൽ വല്ല സാധനം വേണ്ടേ? ഇത് ഏതാ ലോകം ഏതാന്ന് പോലും അറിയില്ലല്ലോ. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ലണ്ടൻ ലഹരി. ഇനി അടുത്ത എൻ്റെ വിഷയം അതാണ്, ലണ്ടൻ ലഹരി. അടുത്ത സ്ഥലത്ത് ഇനി അടുത്ത വിഷയം ഞാൻ വയ്ക്കും, ലണ്ടൻ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല വില്ല ഒന്നും അടിക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാ ഒരു കോള കുടിച്ചതുപോലെ ഇരിക്കും, അതുപോലത്തുള്ള സാധനങ്ങളാണ്. അത് ലണ്ടനിൽ നിന്ന് വരുന്ന സാധനമാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരുടെ അടുത്തും എവിടെയും പോകാം. ഉമ്മായൊക്കെ കണ്ടാൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ അത് തിരിച്ചറിയാൻ പറ്റും. പെങ്ങന്മാരെയൊക്കെ കണ്ടാൽ ചെറുതായിട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പേര് ലണ്ടൻ ലഹരിയായി പോയി. അതിലേക്ക് അതപ്പതിച്ചു പോയി മക്കളെല്ലാം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത്. വാപ്പാ ഉമ്മ വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പിടിച്ചോ, വേണമെങ്കിൽ നീ അടുത്ത അയൽവക്കക്കാരുടെ മക്കളെ നീ നോക്കണ്ട. നിന്റെ കുട്ടി, നിന്റെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് സന്തോഷത്തോടെ റാഹത്തായിട്ട് എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കുഞ്ഞായി മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല നേർച്ച നേർന്നോ, പൈസ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് ദുആ ചെയ്യിപ്പില്ലേ. അതിൽ വലിയ ഫായിദയുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഞാനൊരു ആൾ പറയാൻ വന്ന സ്ഥലത്ത് ഒരു ഉമ്മ ഒരു സ്വർണ്ണമോതിരം തന്നിട്ട് എൻ്റെ മോന് അധ്യാപിക്കുന്നവനാ, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദ്, രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത്. വല്ലാഹി അൽഹംദുലില്ലാ, ആ കുട്ടി ഈ സംഘാടകൻ തന്നെ പറഞ്ഞാണ് 5 ദിവസത്തിനുള്ളിൽ അവനത് ഒഴിവായി. അവൻ പിന്നെ വലിയ ദഅവത്തിൻ്റെ ആളായി, ദീനീ പ്രവർത്തകനായി. ആ ഉമ്മ മരിച്ചുപോയി. ഈ അടുത്ത സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മ ഹയാത്തിൽ അവൻ താടി വെച്ച് തൊപ്പി വെച്ച് നമസ്കരിക്കുന്നത് നല്ല റാഹത്തായിട്ട് കണ്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ആ ഉമ്മൻ്റെ ആഗ്രഹം അതായിരുന്നു. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഊരിക്കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു, സദഖ ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബിയേ, അവരെ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കാനും സംസ്കാര ബോധമുള്ളവരാക്കാനും സംശുദ്ധരാക്കാനും പരിശുദ്ധരാക്കാനും വേണ്ടി നബിയേ, അവരുടെ ജേബിൽ നിന്ന് പണമെടുത്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബിയേ,
വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രവാചകരെ. കാരണം ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അങ്ങ് ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് ആ ദുആ അവർക്ക് സമാധാനവും സന്തോഷവും ഗുണവും ഉണ്ടാക്കി കൊടുക്കും നബിയേ. സൂറത്തു തൗബ. സൂറത്ത് തൗബ. പൈസ കൊടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് നിയത്തിലാണ് ദുആ ചെയ്യിപ്പിക്കുന്നത് ആ ദുആ സ്വീകരിക്കുന്നു. അവർക്ക് ഇന്ന സ്വലാത്തക സകനുൽ ലഹും, ഇവിടെ സ്വലാത്തിന്റെ അർത്ഥം ദുആ എന്നാണ്. ഈ ദുആ അവർക്ക് ഗുണം ചെയ്യുന്നു. അതിനാണ് ഈ കൊടുത്ത ദുആ ഇറക്കാൻ പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാ ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിക്ക് അടുത്താണ് സംഭവം. വെറുതെ പറയല്ല, പൈസ കിട്ടാൻ വേണ്ടൊന്നും പറയല്ല. നമുക്ക് ഇവിടെ പൈസ ഇടുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ ദ്വാരിപ്പിക്കുക, ദുആ ചെയ്യുക. നിങ്ങളും ദുആ ചെയ്യുക. ഇത് വെറുതെ അല്ല. ഇത് ഈ പറയുന്നത് ഖുർആൻ കൊണ്ട്, ഖുർആനെ വിശ്വസിക്കണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ സൂറത്ത് തൗബ. ഞാൻ ഇനി ഒപ്പിച്ച് പറയുകയാണെന്ന് അർത്ഥം നിങ്ങൾ നോക്കിയോ. നെറ്റ് അടിച്ച് നോക്കിയോ. ഇപ്പം എല്ലാം നെറ്റ് ഉണ്ടല്ലോ, കയ്യിരിപ്പോണ്ടല്ലോ സാമാനം. ഇപ്പം അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഒരെണ്ണം നെറ്റ് പുളുക്കാന്ന് കുത്തി കുത്തി നോക്കുകയല്ലേ. അല്ല നോക്കല്ലോ. ഞാൻ വെറുതെ പറയണോ ഇല്ലോ എന്നറിയാലോ. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നറിയോ? ഈ കൗമിന്റെ മനസ്സിലൊന്ന് കയറാൻ, ഇനിയെങ്കിലും ഖുർആൻ ഒന്ന് കയറട്ടെ, ഹദീസ് ഒന്ന് കയറട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. കേറുന്നില്ല. പിന്നെയും ദുനിയാവ് 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 ദുനിയാവ്. ആണ് പെണ്ണാകുന്ന കാലം അല്ലേ? മറ്റേ സാധനം മാറ്റി വെച്ചാൽ മതി. അതുമായി അല്ല, അത് ചിരിക്കാൻ എന്താ? അതായില്ലേ? അതുമായല്ലോ അബീബേ. ഇപ്പൊ ഒരു പെണ്ണെ മാറ്റി വെച്ച് കിടന്ന് കരയോ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും സാധിക്കുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓൺലൈനിലൂടെ ദുആ കൊണ്ട് അഭ്യർത്ഥന. മൂത്രമൊഴിക്കാൻ വയ്യാന്ന് ഞാൻ മാറ്റി വെച്ചതാ സാധനം, പക്ഷേ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയാവുന്നില്ല എന്ന്. അല്ലാഹു തആല കൊടുത്ത സാധനമേ, അതിന് നമ്മളായിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതിനകത്ത്. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തീബ് അനുസരിച്ച് അവൻ്റെ രീതി അനുസരിച്ചാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ എത്ര സുന്ദരനാക്കിയടാ അള്ളാഹ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത്. എത്ര സുന്ദരനും എത്ര സുന്ദരിയുമാക്കി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചെന്ന. നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത്? ഇതിങ്ങനെ മാറ്റി വെക്കണം, അവൻ്റെ അടുത്ത് ഇതിനകത്ത് വെക്കണം, ഇതിൻ്റെ അടുത്ത് അതിനകത്ത്. ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് നിന്നെ? അള്ളാഹ് ചോദിക്കുക, ഞാനല്ല. നിന്റെ റബ്ബിനെ ആരാ വഞ്ചിച്ചു കളഞ്ഞത്? ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആകാന്ന് ആരാ പറഞ്ഞത്? ആണിനുള്ളത് അല്ലാഹു തആല ആണിന് വേണ്ടിയിട്ടുള്ളതാണ്, പെണ്ണിനുള്ളത് അല്ലാഹു തആല പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും അല്ലാഹു ദുനിയാവിൽ നൽകുക. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ. ദക്കർ ഉൻസ രണ്ടും അല്ലാഹ് പറഞ്ഞ എന്തിനാ പിന്നെ ഇവിടെ? ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം മതി, ലെസ്ബിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന. 2 താത്താമാർ ഇപ്പോൾ പോയിട്ട് കണ്ടില്ലേ, ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി എന്നാണ്. ആ ഒരു തർത്തീബ് ഇസ്ലാമിലുണ്ടോ? ആണും പെണ്ണും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആണിനെ ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമമാവൂല. സമാവൂ അബീബേ? ഇവിടെ ഇപ്പൊ ഒരാണ് ഒരു ബോഡി ധരിച്ചു, പെണ്ണാവോ? ആവൂല. ഒരു പെണ്ണ് പാന്റ് ധരിച്ചു, ടീഷർട്ട് ഇട്ടു, ആണാവോ? ഇല്ല. ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹു തആല ആണിനെ കൊണ്ട് സത്യം ചെയ്തു, പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ الذكر والأنثى
രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ഈ ആണിനെ തന്നെയാണ് സത്യം, ഈ പെണ്ണിനെ തന്നെയാണ് സത്യം. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്. ആണ് വേറെ പെണ്ണ് പറയുന്നത്. പിന്നെ എങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? പിന്നെങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? ആവൂല. എങ്ങനെയാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട്. അവക്കില്ലാത്തത് നമുക്കുണ്ട്, നമുക്കില്ലാത്തത് അവർക്കുണ്ട്. അതങ്ങനെയാണ് അതിന്റെ തർത്തീബ്, അങ്ങനെയാണ് പടച്ചവൻ ഖുർആനിൽ പറഞ്ഞതില്ലേ. ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ആണായിട്ടും പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഹദീസ് കൊണ്ട് തുടങ്ങിയില്ലേ, പറഞ്ഞുതരാം. ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വൽരിജാലു ബിർരിജാൽ. 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് കേട്ടോ. ആണ് ആണിനെ കൊണ്ട് പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ, ലെസ്ബിയന്റെ കാലം വന്നാൽ, ഗേയുടെ കാലം വന്നാൽ നബിയേ പറഞ്ഞു കൊടുക്കണേ, ഫബശ്ശിറുഹും ബിറിഹിൻ ഹംറാ. പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ. കൊടുങ്കാറ്റടിക്കും കേട്ടോ, പ്രകൃതി ക്ഷോഭിക്കും കേട്ടോ, ഭൂമികുലുക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൂട്ടം സ്വഹാബകൾ പോയിട്ട് ചോദിക്കുകയാണ്, മഹദി അവർകളെ, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനിസ് സൽസല, ഇടയ്ക്കിടയ്ക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഈ മഴ, വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ലാത്ത മഴ, പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത്? ഇടയ്ക്കിടയ്ക്ക് കടൽ ക്ഷോഭിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ? അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇസ്തസ്തബഹു അസ്സിനാ, വ്യഭിചരിക്കാൻ പരസ്യമായ സർട്ടിഫിക്കറ്റ് ഏതൊരു സമുദായം, ഏതൊരു സർക്കാർ, ഏതൊരു ഭരണകൂടം നൽകുന്നുവോ, വശുരിബു അൽ ഖുമൂറ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ, ലഭിക്കുന്ന കാലം വരുവോ, വാകലു അരിബാ, പലിശയുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത്, അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം നിലയ്ക്കുകയില്ല കേട്ടോ. ആരാ പറഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ? 21ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും തലയിൽ കൈവച്ച് പറയുകയാണ്, ഇതെന്തോ ഒരു പ്രകൃതിക്ഷോഭമാ, ഇതെന്തോ ഒരു മഴയാണ്, ഇതെന്തോ ഒരു വെള്ളപ്പൊക്കമാ. ഇത് പറയാനുള്ള കാരണം എന്തേ? പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി, പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി, പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി. ഇത് നിർത്താൻ പറ്റുമോ? முடியாது 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 என்றால் நான் വിടമാട്ടേൻ, വീണ്ടും ശിക്ഷ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. നടക്കോ? ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഷട്ടർ പൊട്ട, ഡാമിന്റെ തന്നെ പൊട്ടണം, അള്ള കാക്കട്ടെ. അതെങ്ങാനും പൊട്ടിയാല്
പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആര് രക്ഷപ്പെടുത്താൻ വരാൻ? തനിയെ പൊട്ടി അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും തലയാട്ടണം. അല്ലെ ഞാൻ കള്ളത്തരം പറയുമെന്ന് വിചാരിക്കും. ചില പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്. ഇല്ലേ ഉസ്താദ്? വായിച്ചില്ലേ? അതന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം, പത്രമൊക്കെ വായിക്കണം. തനിയെ ഷട്ടർ പൊട്ടിയെന്ന് അള്ളോ പടച്ചോ കാത്ത്. അതൊക്കെ അള്ള പിടിച്ചിരുത്തുന്നതാ. ഈ കടലിനെ അള്ള പിടിച്ചിരുത്തുന്ന. ഇവിടെ അടുത്തല്ലേ കടല്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 12 കിലോമീറ്റർ വരും. 10 കടലിന് 10 കിലോമീറ്റർ വലിയ കാര്യമാണോ? 40 കിലോമീറ്റർ പത്തനാപുരത്തോട്ട് പോകാൻ വലിയ കാര്യമാണോ? നിങ്ങൾ കടലിനടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത്, താന്നിട്ടാണോ ഉള്ളത്? പൊങ്ങിട്ടല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയോ? തെള്ളി നമ്മളെ അങ്ങ് അകത്തിടാൻ. അതിൻ്റെ തർത്തീവിൽ അല്ല ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.